നമസ്കാരം. അദാനിക്കെതിരെ വ്യാജ ആരോപണം ഉയർത്തി വിവാദമുണ്ടാക്കിയ ഹിഡൻബർഗ് റിസർച്ചുമായി തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്രയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണം. ഹിഡൻബർഗ് റിസർച്ചുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന ആന്റൺ ഫിലിപ്സുമായി മഹുവ മൊയ്ത്രയ്ക്കും ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് മഹുവ ഇപ്പോൾ സംശയത്തിന്റെ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ മഹുവ മൊയ്ത്ര അദാനിക്കെതിരെ മാത്രം പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതിന്റെ ഒരു പേരിൽ വിവാദ കഥാപാത്രമായ ഒരു വ്യക്തിയാണ്. അദാനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരിൽ നിന്നും ഡൽഹിയിൽ താമസിക്കാൻ ഒരു ആഡംബര ഫ്ളാറ്റും അതോടൊപ്പം തന്നെ പണവും ആവശ്യപ്പെട്ടതടക്കം മഹുവ മൊയ്ത്രയെ ലോകസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു. അദാനി നടത്തിയ അഴിമതിയെക്കുറിച്ച് 88 ചോദ്യങ്ങൾ ചോദിച്ച ഹിഡൻബർഗ് റിസർച്ച് ആ റിപ്പോർട്ടിൽ കഴമ്പില്ല എന്നും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചുമതലയുള്ള സെബി കണ്ടെത്തിയിരുന്നു. അതായത് ഹിഡൻബർഗ് ഇന്ത്യയിൽ വളർന്നു വരുന്ന ബിസിനസ് മുതലാളിമാരെ തരം താഴ്ത്താൻ വേണ്ടി, ഇന്ത്യയെ തരം താഴ്ത്താൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണെന്ന് സെബി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന ഉടൻ തങ്ങളെ ഹിഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുകയാണെന്ന നാടകീയമായ ഒരു പ്രഖ്യാപനമാണ് നെയ്റ്റ് ആൻഡേഴ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയതിന് US നീതിന്യായ വകുപ്പിലെ അറ്റോർണി ജനറലോട് ട്രംപിന്റെ അനുയായിയായ നേതാവ് വിശദീകരണം ചോദിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാരനായ അദാനിക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത് ട്രംപ് സർക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് ഇടവരുത്തുമെന്നും ഈ നേതാവ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതോടെയാണ് അദാനിക്കെതിരെ നീങ്ങിയ താനും അഴി എണ്ണേണ്ടി വരുമോ എന്ന ഭയമാണ് പൊടുന്നതിനെ കമ്പനി പൂട്ടി മുങ്ങാൻ ഹിഡൻബർഗ് റിസർച്ചിന്റെ ഉടമയായ നഥാൻ ആൻഡേഴ്സിനെ പ്രേരിപ്പിച്ചത്. അമേരിക്കയിൽ ഡീപ് സ്റ്റേറ്റ് വലിയ രീതിയിൽ വ്യാപകമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ട്രംപ് വന്ന ഉടനെ എന്തായാലും ഒരു നടപടി ഉണ്ടാകുമെന്ന് അഭിഭാഷകരുടെ, അതായത് മുതിർന്ന അഭിഭാഷകരുടെയൊക്കെ ഒരു നിർദ്ദേശം ഹിഡൻബർഗിന്റെ തലപ്പത്തിരിക്കുന്ന ഹിഡൻബർഗിന്റെ സ്ഥാപകന് കിട്ടിയിരുന്നു. അതുമൂലമാണ് ഹിഡൻബർഗ് അവിടെ നിന്ന് ഓടിപ്പോവാനുള്ള ഒരു കാരണം. ഇന്ത്യക്കെതിരെ, അതായത് അമേരിക്കയുമായി ബന്ധമുള്ള ഏറ്റവും കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ, അതായത് ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഡീപ് സ്റ്റേറ്റ് എന്ന ഒരു കളി കളിക്കുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ ജോ ബൈഡനും അതുപോലെ തന്നെ ഗുർബത് സിംഗ് പന്നൂറും അടക്കമുള്ള, അതുപോലെ തന്നെ ജോർജ് സോറസ് അടക്കമുള്ളവരുടെ ഒരു പ്രധാന കേന്ദ്രം തന്നെ ഈ ഹിഡൻബർഗ് എന്ന ലക്ഷ്യമാണ്. ഇന്ത്യയെ എങ്ങനെയും, അത് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, അതിൽ ഇന്ത്യ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന ബിസിനസ് കമ്പനികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ തകർക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഹിഡൻബർഗ് ഒരു കണക്ക് കൂട്ടിയത്. ആ ഒരു പാതയിലേക്കാണ് മഹുവ മൊയ്ത്ര വരുന്നത്. ആദ്യമേ തന്നെ മഹുവ മൊയ്ത്രയെ സംബന്ധിച്ചിടത്തോളം മഹുവ മൊയ്ത്ര പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു MP എന്ന നിലയിൽ തന്നെ പേരുകേട്ട ഒരു വ്യക്തിയാണ്.